ഫോട്ടോ ഇത് 75-ലുള്ളതാണ് കണ്ടോ. എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ 3 കൊച്ചു പിള്ളേരും കൂടെ ന്യൂയോർക്കിൽ വെച്ച് ഒരു കളർ ഫോട്ടോ അത് ഇവിടെ വെച്ചിരുന്ന സൂര്യരശ്മി കൊണ്ട് ഫെയ്ഡ് ആയിപ്പോയി. അങ്ങനെയായിരുന്നു. ഹി വാസ് വൺ ഓഫ് ദ ഹാൻസം മാൻ. ഇപ്പോൾ തുടങ്ങട്ടെ. ഇനി അല്പസമയം കൂടി എന്നോട് ക്ഷമിക്കുക, എന്നെ കേട്ടുകൊണ്ടിരിക്കുക, എന്നെ സഹിക്കുക കേട്ടോ. 50 വർഷം മുൻപ് നാട് വിടുമ്പോൾ ഡൽഹിയിലായിരുന്നു മിക്കവാറും ജീവിതം. അവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിൽ അതിലൊക്കെ എത്രയോ ആണ്. അന്ന് മൈക്രോവേവ് ഒന്നും ഇല്ലായിരുന്നു, ഫ്രിഡ്ജ് വലിയ റിച്ച് ആൾക്കാർക്കേ ഉള്ളായിരുന്നു. ഇന്നതെല്ലാം വളരെ സുലഭമായിരിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. എവരിബഡി വെൽ ഓഫ്. അങ്ങനെ ഇന്ത്യ അനേക വിധത്തിലും പുരോഗമിച്ചിരിക്കുന്നു. ആ ചെറുപ്പം മുതൽക്കേ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും BJP ആയാലും പിന്നെ കോൺഗ്രസ് ആയാലും എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ ഫോക്കസ് ചെയ്യുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്കുള്ള ആഹാരവും ദൈനംദിന ജീവിതത്തിലെ ഈ വലിയ കാറുകളോ അതിലോ ഒന്നും അല്ല എൻ്റെ ഫോക്കസ്. അതെല്ലാം ഇന്ന് കേരളത്തിലുണ്ട് എല്ലാവർക്കും. എന്നാലും എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫീസ് ഇളവ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ വരെയെങ്കിലും ഫ്രീ എഡ്യൂക്കേഷനും, അതുപോലെ വിശക്കുന്ന ശ്രമത്തിന് ഒരു നേരത്തെ ആഹാരം ഫ്രീ ആയിട്ട്. ഇപ്പോഴും വയനാട്ടിലെ എത്രയോ പെണ്ണുങ്ങൾ ആ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കഴിഞ്ഞിടയ്ക്ക് നിന്ന് കരയുന്നതും അന്യോന്യം പറയുന്നതും കേൾക്കുന്നു. 2 കിലോ അരി കൊണ്ട് ഒരു മാസത്തേക്കായിരിക്കും. ഞാനത് മിനിഞ്ഞാന്നും പറഞ്ഞതാണ്. അതിലൊക്കെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തണം. അതുപോലൊക്കെ ഇന്ത്യയിലെ സാമ്പത്തികം മുഴുക്കെ കൺട്രോൾ ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാരാണ്. എല്ലാം നല്ലതാണ്, എല്ലാത്തിനോടും എനിക്ക് താല്പര്യമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, നീ ഇക്കര കയറുന്നത് നന്നായി, അവിടെ ആയിരുന്നെങ്കിൽ നിന്നെ ആരെങ്കിലും വെട്ടിക്കൊല്ലുമായിരുന്നു എന്ന്. കാര്യം സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം. ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം.
ഇവിടെ ഡോക്ടർ എം ബി പിള്ളയും ഡോക്ടർ ജയറാമനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നുപിള്ള ഇവിടെ ജീവിക്കേണ്ടുന്നവളല്ലായിരുന്നു, പൊന്നുപിള്ള നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ പറയും വേണ്ട, എനിക്കിതൊക്കെ മതി, ഇവിടെ ഇത്രയൊക്കെ മതി. ഇനി അമേരിക്കയിൽ അതങ്ങനെ നാട്ടിൽ ഞാൻ ആ ലാസ്റ്റിൽ നാട്ടിൽ പോകുന്നത് 2018 ഒക്ടോബർ 20th വൈക്കം വിജയലക്ഷ്മിയുടെ കല്യാണത്തിനാണ്. 20th അവിടെ ചെന്നു, 22nd കല്യാണം കഴിഞ്ഞു, 24th പോയിരുന്നു. അത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അച്ഛനും അമ്മയും ഒന്നുമില്ല, പിന്നെ 2 നാത്തൂന്മാരും 1 ബ്രദറുമാണ്. പിന്നെ ഇവിടെയൊക്കെ കഴിയുന്നത് ഇങ്ങനെ, പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള പ്രയാസവും വന്നു. പിന്നെ ഇവിടെ അമേരിക്കത്തെ ജീവിതത്തോട് പറയാം, ഞാൻ വരുമ്പോൾ ഇവിടെ മൈക്രോവേവ് ഇല്ലായിരുന്നു. അന്ന് യോങ്കേഴ്സിലൊക്കെ സബ്വേ ആയിരുന്നു, കാറൊക്കെ വളരെ ചുരുക്കമായ ആൾക്കാർക്ക്. അന്നും പിന്നെ സെൽഫോൺ ഇല്ല. ഒരിക്കലും കാവിൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഇവിടെ വന്ന് സെൻറ് തോമസ് ചർച്ചിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സെൽഫോണില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞു, സെൽഫോൺ ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കാണെന്ന്. ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാനും കാവിൽ ശ്രീധരൻ അദ്ദേഹമേ ഉള്ളൂ. എനിക്കിതിനോടൊന്നും ഇത് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ലോകം പുരോഗമിക്കണം. 50 വർഷം കൊണ്ട് അനേകം മാറ്റങ്ങൾ അമേരിക്കയിൽ വന്നിരിക്കുന്നു. ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ഒക്കെ എത്തുന്നു. എൻ്റെ നോട്ടം താഴേക്കാണ്. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക, പോവർട്ടി ഇല്ലാതാക്കുക, മനുഷ്യന് വേണ്ടുന്ന ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ എത്തിച്ചു. ഏതായാലും അമേരിക്ക ഈസ് എ ഗ്രേറ്റ് കൺട്രി. എവിടെ വരെ എത്തിയിരിക്കുന്നു, ഇനി എവിടെ വരെ എല്ലാം എത്താനിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ മലയാളികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഞാനൊന്ന് കണ്ടു. പിന്നെ എവിടുന്നോ വന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിന് ഉണ്ടായ മകനാണ് ആപ്പിളിൻ്റെ അത് ഉണ്ടാക്കി. 1,00,000 ഏതായാലും 800 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഓൾ ഷോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. കൊച്ചു പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ ഈസ് ദ വേർഡ് വിച്ച് ഫൗണ്ട് ഇൻ പോൾസ് ഡിക്ഷണറി. അടുത്ത ജനറേഷനോട് എനിക്ക് പറയാനുള്ളതാണ്, യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. ബി ഹോണസ്റ്റ്, സിൻസിയർ ആൻഡ് ഹാർഡ് വർക്ക്. യു വിൽ സക്സീഡ്. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേരുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ സെനിയോട് പറയാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സെനിക്ക് എൻ്റെ അഗൈതമായ സ്നേഹവും നന്ദിയും.